മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇങ്ങനെയുള്ള 9 വരങ്ങളിലെ ആദ്യത്തെ 3 കാറ്റഗറി ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ വെളിപ്പാടുള്ള വരം, ജ്ഞാനത്തിന്റെ വചനം, വിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. തുടർന്നുള്ള 3 കാറ്റഗറിയിൽ അടുത്തത് സംസാരിക്കാനുള്ളത്, വാ തുറന്നു പറയേണ്ട വചനങ്ങളായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പലവിധ ഭാഷകൾ. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഓർപ്പിച്ചത് അന്യഭാഷയല്ല, അത് നന്നേക്കാം. ഒരുവന് ഇതേ ആത്മാവിനാൽ പലവിധ ഭാഷകൾ. ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ പദം? അന്യഭാഷ ഇതിനകത്ത് വരുമെങ്കിലും എത്ര തരത്തിലുള്ള അന്യഭാഷ നമുക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് എളുപ്പമായി കാര്യങ്ങൾ, കാരണം ഇതൊന്നുകൂടെ പഠിപ്പിച്ചാൽ നിങ്ങളാരും ഒന്നും പറഞ്ഞില്ല. ഞാനിതൊക്കെ നിങ്ങളെല്ലാം അറിയാവുന്ന, ഇനി എങ്ങനെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത് കഷ്ടപ്പെട്ട പിന്നെ ഓരോ ചാപ്റ്റർ ഉണ്ടാക്കുന്നു. അപ്പൊ നോക്കിയാൽ രക്ഷപ്പെട്ടു. പറഞ്ഞാൽ ഒരുവൻ ഇതേ ആത്മാവിനാൽ പലവിധ ഭാഷകൾ എന്ന് വിശദീകരിക്കാം. മൂന്നാമത് പ്രവചനം. ഈ 3 ആണ് സംസാരിക്കാനുള്ള വചനങ്ങൾ. ഇതൊക്കെ പൊതുപ്രയോജനത്തിലുള്ളതാണ്, നമ്മുടെ ആരുടെയും സ്വന്തം ആവശ്യങ്ങൾക്കല്ല. ഇനി ഞാൻ എടുത്ത് പറയാൻ പോകുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, അന്യഭാഷ സ്വന്തം ആവശ്യത്തിനാണ്. ഇനി പറഞ്ഞു മനസ്സിലായില്ല, ഇതൊക്കെ പൊതുപ്രയോജനത്തിലുള്ളതാണ്. അന്യഭാഷ അല്ല സഭയ്ക്ക് ആത്മീയ വർധനം ഉണ്ടാക്കുന്ന ഭാഷയല്ല. എന്ത് അന്യഭാഷയിൽ പറയുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. തനിക്ക് തന്നെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്താത്ത വിഷയം പൊതുപ്രയോജനത്തിന് നൽകപ്പെടാറില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പലവിധ ഭാഷകൾ അന്യഭാഷ അല്ല. ആ കാര്യം തെറ്റിപ്പോകല്ലേ. കാരണം പൊതുപ്രയോജനത്തിന് നൽകിയത. ഞാൻ കുറച്ചു നേരം അന്യഭാഷ പറഞ്ഞു നാട്ടുകാർക്ക് ഗുണമൊന്നുമില്ലെങ്കിൽ അത് പൊതുപ്രയോജനം ഉണ്ടാക്കിയില്ല. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത് 3 തരത്തിലുള്ള അന്യഭാഷകളുണ്ട്. ഒന്ന്, പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ആ വിഷയം പ്രാപിച്ചപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അത് അവിടെ വന്ന 120 സംസ്ഥാനത്തിന്റെ പേരും ഇവരും പേർക്ക് കടന്നു വന്ന പലർക്കും അത് മനസ്സിലായി. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഭാഷ എനിക്ക് അന്യമായത് ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ സംസാരിക്കുന്നതിനെ അന്യഭാഷ എന്ന് പറയും. വിക്കി പറയുന്ന അതരങ്ങളാലും അന്യന്മാരുടെ ഭാഷകളിലാലും ദൈവം അവരോട് സംസാരിക്കും. തമിഴ് അറിയാത്ത ഒരാൾ നമ്മുടെ ഇടയിൽ വന്നിട്ട് തമിഴിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ, ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും കേൾക്കാത്ത ഒരാൾ ഇംഗ്ലീഷിൽ എഴുന്നേറ്റുകൊണ്ട് ആത്മാവിന്റെ മർമ്മങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരിൽ ദൈവാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു വ്യക്തി നിങ്ങളോട് നിങ്ങളുടെ ഭാഷ സംസാരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന്. ആ ഭാഷയുടെ പേരാണ് അതർ ടങ് എന്ന് പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും പറയുവാനും വിശദീകരിക്കുവാനും ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇനിയുള്ളതാണ് അൺനോൺ ടങ്. ആർക്കും അറിയാത്ത ഭാഷ. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ആരും ഐ സ്പീക്ക് വിത്ത് അൺനോൺ ടങ് എന്ന് ആരും പറയും. ദൂതന്മാരും ആരും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നാമും ദൈവവുമായി വ്യക്തിപരമായി സംസാരിക്കുന്ന ഭാഷയുടെ പേരാണ് അൺനോൺ ടങ് എന്ന് പറയുന്നത്. അറിയപ്പെടാത്ത ഭാഷയിൽ സംസാരിക്കുന്നു. അത് ആത്മീയ വർദ്ധനയ്ക്ക് കാരണമാക്കിയിരുന്നു. മൂന്നാമത്തെ ഭാഷയാണ് ദൂതന്മാരുടെ ഭാഷ. ഓർമ്മ വരുന്നുണ്ട്. കാരണം 13-ാം അധ്യായത്തിൽ പറഞ്ഞ മനുഷ്യന്മാരുടെയും ദൂതന്മാരുടെ ഭാഷ ആർക്കും മനസ്സിലാകാം. പിശാചിനും, കാരണം അവനും ദൂതനായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ പിശാചിനും മനസ്സിലാകുന്നതാണ് ദൂതന്മാരുടെ ഭാഷ എന്ന് പറയുന്നത്. ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കാം, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാം. എന്നാൽ സ്നേഹമില്ല എങ്കിൽ കുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ഒക്കെയായി മാറിപ്പോകും. ഇനി അടുത്തതാണ് വിവിധ ഭാഷകളുടെ വരം. ഒരു സ്ഥലത്ത് ദൈവം നിങ്ങളെ അയക്കുമ്പോൾ, ഏതെങ്കിലും ഗ്രാമത്തിലോ ഏതെങ്കിലും സ്ഥലത്തോ ശുശ്രൂഷകളെ കൊണ്ട് അയക്കുമ്പോൾ ആ സ്ഥലത്തുള്ള ഭാഷ മറ്റുള്ളവർ പഠിക്കുന്നതിലും വേഗത്തിൽ പഠിച്ചെടുക്കുവാൻ ദൈവം തരുന്ന കൃപയാണ് വിവിധ ഭാഷകളുടെ വരമെന്ന്. അതിന് ഭാഷ വരം തന്നെയാണ്. ഭാഷ പഠിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന വരം. ചിലർക്ക് അതിന് പ്രത്യേക കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ സ്ഥലത്തിലോ എന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ഭാഷ നന്നായിട്ട് അവര് പഠിക്കുവാൻ ദൈവം കൊടുത്ത കൃപയാണ്. ദൈവവചനം മറ്റുള്ളവർ പറയുവാൻ, ദൈവാത്മാവിനെ ശുശ്രൂഷിപ്പാൻ, ആ ദേശത്ത് സംസാരിപ്പാൻ ദൈവം കൊടുത്തിരിക്കുന്ന വരം. അങ്ങനെയാണ് ഇവിടുന്നുള്ള ദൈവദാസന്മാര് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർക്ക് ട്രാൻസ്ലേറ്റേഴ്സ് ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് 1-2 പേര് ഏതെങ്കിലും മുക്കിലോ മൂലയ്ക്കോ ട്രാൻസ്ലേറ്റർ ഉള്ളപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഭാഷ പഠിച്ചിട്ട് അവരുടെ ഭാഷയിൽ നിന്ന് നമുക്ക് വേണ്ടി മലയാളവും തമിഴും കന്നഡയും ഹിന്ദിയും ഒക്കെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അവരിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപാവരമാണ് വിവിധ ഭാഷകളുടെ വരം. സ്തോത്രം. അവരെഴുതിയ പാട്ട്, സമയമാമൃതത്തിൽ നിന്നൊക്കെ നാഗൽ സാഹിബ് എഴുതിയ പാട്ട് ഇന്നും ക്രിസ്ത്യാനികൾ മനസ്സിലേറി കൊണ്ടു നടക്കുന്നതിന്റെ കാരണം ദൈവം അവർക്ക് കൊടുത്ത ദർശനത്തിൽ അവരുടെ നാവുകൾ കൂടി വെളിപ്പെട്ടതാണ്. കുണ്ടത്തിനെ കൊണ്ട് മലയാളം നിഘണ്ടുകൊണ്ടാക്കുവാൻ കൊടുത്ത കൃപയെന്നൊക്കെ പറയുന്നത് ഈ വിവിധ ഭാഷകളുടെ വരമാണ്. അപ്പോൾ അവർ പ്രത്യേകം പ്രാർത്ഥിച്ച് സ്കൂളിൽ പോലും പോകാത്ത വില്യങ്കേരിയുടെ ചെരുപ്പൂത്തിയെ കൊണ്ട് സറാമൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് 17 ഭാഷ പഠിച്ചെടുത്ത് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കൃപ കൊടുത്തതിന്റെ കാരണം ഈ പ്രത്യേക കൃപയെ അദ്ദേഹം വ്യാപരിച്ചത്.
അതോർത്ത് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യണം. അപ്പം ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇനിയും അന്യഭാഷയിൽ സംസാരിക്കുന്നവരെ ഒന്ന് ഓടി വരാൻ പോയി. ഒന്ന് പോലും 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വേഗം വായിച്ചു. നമ്മളിന്ന് പഠിക്കുന്ന വിഷയം വിവിധ ഭാഷയുടെ പരമാണ്. 1-12-10. മറ്റൊരുവനെ വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. പലവിധ ഭാഷകൾ. 1-4-2 വാക്യം. 1-4-2 14-2 സോറി 4-14-2. 1-14-2 വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അടുത്ത വേർഷനാണ്. അന്യഭാഷ എന്ന ആ പദം വരുമ്പോൾ മനുഷ്യരോടല്ല അവൻ സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അന്യഭാഷ പറഞ്ഞു കേട്ടത് നമ്മളോടാണ്. ഏറ്റവും കൂടുതൽ അന്യഭാഷ പറഞ്ഞ ആരാണ്? പറഞ്ഞു ഏറ്റവും കൂടുതൽ അന്യഭാഷ പറഞ്ഞത് ആരും ഇരുന്നില്ലല്ലോ. ദൈവമക്കൾ അതൊന്നും എന്നെ പ്രവാചകന്മാരിലാണ് കൂടുതൽ ഇത് കാണും. നമ്മൾ വിചാരിക്കും പ്രവാചകൻ ആദ്യമേ 4 വാക്ക് പറയും, അതിന്റെ വ്യാഖ്യാനമാണ് നമ്മളോട് പറയുന്നല്ല. പ്രവചനം എന്താണെന്ന് ഞാൻ പിന്നീട് പഠിക്കും. നമ്മളെല്ലാം ചെയ്ത ശുശ്രൂഷയാണ്. എന്നാൽ പ്രവചനം എന്ന് പറഞ്ഞാലല്ല അന്യഭാഷ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നതല്ല എന്ത് പ്രവചനം എന്താണെന്ന് ഞാൻ അടുത്ത 3-ാമത്തെ ക്ലാസ്സിൽ വ്യക്തമായി പഠിപ്പിക്കുന്നതായിരിക്കും എന്താണ് പ്രവചനമെന്ന്. എന്നാൽ പ്രവാചകൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുവാൻ പറയുന്നതാണ് അന്യഭാഷ എന്ന് പറഞ്ഞാൽ തന്റെ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതിരിക്കാൻ, മറ്റുള്ളതൊന്നും കേൾക്കാതിരിക്കാൻ, ദൈവശബ്ദത്തിന് ചെവി ഓർക്കാൻ വേണ്ടി തനിക്ക് തന്നെ ആത്മീയ വർധന പറയുന്നതാണ് അന്യഭാഷ. ചിലപ്പോഴൊക്കെ ചില പ്രവാചകന്മാർ ഒരു വാക്കേ പറയത്ത 1 മണിക്കൂർ എന്താ പറയും? അന്യഭാഷ പറയും. പിന്നെ ഒരു വാക്ക് പറയണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് തിരിച്ചു വരണം. അടുത്ത കാര്യം പറയണം. ഇതിന്റെ ആവശ്യമില്ല. പഴയ കാലത്തിലാണ് പറഞ്ഞാൽ യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നതായിരുന്നു പ്രവചനം. മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് തൊലിച്ചു നിൽക്കുന്ന പ്രവാചകൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഇല്ലാതെ അതിലെ നിർവഭാവം ദൈവം കൊടുക്കുന്ന ആ ഒഴുക്കാണ് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത്. ഇനി ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നത്. 2 അടുത്ത ഭാഗം. ആത്മാവിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക? ആരും തിരിച്ചറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നാം ഈ പറയുന്ന അൺനോൺ ടങ്കിൽ അല്ലെങ്കിൽ അതർ ടങ്കിൽ അല്ലെങ്കിൽ ദൂതന്മാരുടെ ഭാഷയിൽ പലവിധ ഭാഷകളിൽ നാം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നാം സംസാരിക്കുന്നത് എന്താണ്? ആത്മാവിൽ ഒരു പക്ഷേ ദുഷ്ടശക്തിയോടുള്ള പോരും. എന്നാൽ ഓർപ്പിച്ച് കണക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച് കണക്ക് ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞ് എന്റെ സ്ഥലത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ വഴിയിലൊക്കെ പിശാച് തടസ്സമുണ്ടാക്കും. ആ പിശാച് അറിയാതിരിക്കുവാൻ ദൈവത്തോട് ഞാനോടും സംസാരിക്കുന്ന ഭാഷയാണ് ഇവിടുത്തെ അന്യഭാഷ എന്ന് പറയുന്നത്. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 14-3 തനിക്ക് തന്നെ വിശദീകരിക്കാം. അന്യഭാഷയെ സംസാരിക്കുന്നവൻ നമുക്കൊരു സഭയ്ക്കകത്തിരുന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും സഭയിൽ പറയേണ്ടത് ബുദ്ധി കൊണ്ട് 4 വാക്ക് പറയുന്നതാണ് നല്ലത്. 4 പറയുന്നു. ഞാൻ അന്യഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കുന്നവർക്ക് എന്ത് പ്രയോജനം? 24 മണിക്കൂർ ഞാൻ അന്യഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനേക്കാട്ട് നല്ലത് ബുദ്ധി കൊണ്ട് 4 വാക്ക് പറയുന്നതാണ് നല്ല. 4 പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ അന്യഭാഷ ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്ലേ. പൗലോസ് പ്രസംഗിയെ പറയുന്നത് ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ജയിലിനകത്ത് കിടക്കുമ്പോഴും കപ്പൽ ഛേദം ഉണ്ടാകുമ്പോഴും ഒക്കെ പറയുന്ന ഭാഷ അരാമ്യ ഗ്രീക്ക് ഭാഷയിലൊന്നുമല്ല പറഞ്ഞത്, ആത്മാവിന്റെ ജൽപ്പനങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞത് ഏകരായി നടക്കുമ്പോൾ ആരും കേട്ടില്ലല്ലോ, ഇടത്തും വലത്തും ആരും ഇല്ലെങ്കിലും ദൈവവുമായി സംസാരിക്കാൻ നമ്മുടെ അതിങ്ങളിൽ തന്ന അഭിഷേകത്തിന്റെ ഭാഷ. അന്യഭാഷയിലാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആര് പ്രാർത്ഥിക്കുന്നു? ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ബുദ്ധി എന്താണ്? ഇൻഎഫക്റ്റീവ്. എന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിക്ക് ഒരു സ്ഥാനം അവിടെ ഇല്ല. അപ്പൊ നമ്മുടെ ഒരു ഓർമ്മയിൽ ഒരു സ്ഥലത്തിന്റെ പേര് വന്നതില്ല. എന്നാൽ നാം അറിയാത്ത വ്യക്തികളുടെയോ സ്ഥലത്തിന്റെയോ രാജ്യത്തിന്റെയോ ഒക്കെ പേര് വരുന്നതിന്റെ കാരണം ഇത് ആത്മാവിൽ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പോരാടണമെന്ന് സ്വർഗം ചെയ്തിരിക്കുന്ന പദം എന്റെ നാവിൽ ദൈവം തരുന്നതാണ്. സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബുദ്ധി അബലമായിരിക്കുന്നു. ഇനി അപ്പൊ നോക്കണം, ആത്മാവിലും പാടാൻ പറ്റും, ബുദ്ധി കൊണ്ടും പാടാൻ പറ്റും. ചിലവരാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ആത്മാവിലെ പാടത്തുള്ളത്, തീരുമ്പം മിണ്ടാതിരിക്കും. ചിലവർ പാട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യത്തുള്ളത്? ആത്മാവിൽ തുടങ്ങത്തുള്ളത്. ചില ഡ്രമ്മ് നിർത്തിയാൽ അങ്ങനെ എന്ത് പോയി?
പണ്ടൊരു അമ്മച്ചി മോനോട് രാവിലെ ഭയങ്കര വഴക്കാണ് കേട്ടത്. വഴക്കുണ്ടാക്കി നമ്മൾ അമ്മച്ചി പറയും, ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അമ്മച്ചിയുടെ ആത്മാവ് ഞാനായിരുന്നു നിയന്ത്രിക്കുന്നതെന്ന്. അമ്മച്ചി വെറുതെ കാണേണ്ടത്. കാരണം അന്ന് രാവിലെ വന്നിട്ട് ഡ്രം അടിക്കുന്ന